ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഇത് നമ്മുടെ മലമുഴക്കി വേഴാമ്പലായിരിക്കുമെന്നാ. പക്ഷേ ഏടെയാണ് മനസ്സിലായത്, വേഴാമ്പലുകളുടെ കൂട്ടത്തിൽ തന്നെ കാക്ക വേഴാമ്പലിനും കോഴി വേഴാമ്പലിനൊക്കെ പേരുള്ള പല വർഗ്ഗങ്ങളുണ്ടെന്ന്. ഇണക്കിളികൾ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വരാറ്. വേറൊന്നിനുമല്ല, ദാ ഈ വണ്ടീൻ്റെയൊക്കെ ഗ്ലാസ്സിലിങ്ങനെ കൊത്തി കൊത്തി ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഈ വേഴാമ്പലിൻ്റെ കൂട്ടത്തിലെ ആൺപക്ഷിയെ തിരിച്ചറിയാൻ എങ്ങനെയാണെന്നറിയോ? കൊക്കിൻ്റെ നിറം നോക്കിയിട്ടാണ്. കൊക്കിന് ഓറഞ്ച് നിറമാണെങ്കിൽ അത് ആൺപക്ഷിയായിരിക്കും, മഞ്ഞ നിറമുള്ള കൊക്കാണെങ്കിൽ അതാണ് പെൺപക്ഷി. ജീവിതാവസാനം വരെ ഒരിണയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരേ ഒരു പക്ഷി. ഇവരുടെ ഒളിഞ്ഞും ചരിഞ്ഞൊക്കെയുള്ള ആ നോട്ടവും ആ കരച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ എത്ര നേരം വേണമെങ്കിലും നമ്മൾ ആകാംക്ഷയോടെ ഇവർ നോക്കി നിന്നു പോകും. ദേ 1 മീറ്റർ അകലത്ത് വന്ന് നിന്നിട്ട് പോലും ആൾക്കൊരനക്കമൊന്നുമില്ല. സഹ്യപർവ്വത നിരകളിൽ മാത്രം കാണപ്പെടുന്ന ഒരു തദ്ദേശീയ കാട്ടുപക്ഷിയാണ് കോഴി വേഴാമ്പൽ. കാക്ക വേഴാമ്പലാകട്ടെ കേരളത്തിൽ കാണപ്പെടുന്ന വേഴാമ്പൽ വർഗത്തിൽപ്പെട്ട ചെറിയൊരിനം പക്ഷിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന് മരവിത്തലച്ചി എന്നൊരു പേരുകൂടിയുണ്ട്. മലകളിൽ പ്രതിധ്വനിക്കുമാറുള്ള ശബ്ദവും ഹെലികോപ്റ്റർ പറക്കുമ്പോഴുള്ള ശക്തമായ ചിറകടിയൊച്ചയുമാണ് ഇവയ്ക്ക് മലമുഴക്കി എന്ന പേര് സമ്മാനിച്ചത്. ഈ വേഴാമ്പലുകളുടെയൊക്കെ ആയുസ് ഏകദേശം 50 വർഷമൊക്കെയാണെന്നാണ് കരുതപ്പെടുന്നത്. കൂടുതൽ പക്ഷിവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.